ദൈവനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൂടിയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും കടന്നു എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുകയാണ്. അങ്ങനെയാണ് എനിക്ക് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നാലും ദൈവം എന്നെ ഇത്രത്തോളം ബലപ്പെടുത്തിയതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 30 വർഷം ആകാൻ പോകുന്നു. ഇതുവരെയും കർത്താവ് ഞങ്ങളെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും വേർപിരിയാതെ എവിടോട്ട് ഗൾഫിലാണെങ്കിലും എവിടോട്ടെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടേ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങത്തുള്ളൂ. ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. കുഞ്ഞിൻ്റെ വേർപാട് ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ദിനമായിരുന്നു. എങ്കിലും കുഞ്ഞിൻ്റെ മരണത്തിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സഭയുടെ ചാർജ് ഞങ്ങളെ ഏൽപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരായിരുന്നു. എന്നാൽ വളരെ കരഞ്ഞൊക്കെയാണ് ഞങ്ങൾ പ്രിയപ്പെടുന്ന വണ്ടി ഓടിച്ച് കടന്നു പോകുമ്പോഴൊക്കെ വളരെ കാര്യം എന്നോടൊന്നും പറയത്തില്ല. ഞാൻ വളരെ വേദനപ്പെടുമെന്നും പറഞ്ഞുകൊണ്ടും ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. വളരെ പ്രത്യാശ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഈ വേഗത്തിൽ കർത്താവിന് വേണ്ടി അധികം ശോഭിക്കപ്പെടണമെന്നുള്ള ആ ഒരു രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എപ്പോഴും ഞങ്ങൾ കടന്നു ചെന്ന സമയത്ത് വളരെ കണ്ണുനീരോട് വളരെ അവരെ ഞങ്ങൾ ചെന്ന സഭ വളരെ പാവപ്പെട്ട സഭയായിരുന്നു. അവരുടെ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങളുടെ വേദനകളെല്ലാം ഞങ്ങൾ മാറ്റിവെച്ചു. അവരെ ഞങ്ങൾ ചേർത്ത് പിടിച്ചു. അകന്നൊക്കെ മാറി നിന്ന കുടുംബങ്ങളുണ്ടായിരുന്നു. അവരെയൊക്കെ ഞങ്ങൾ അടുപ്പിച്ച് ചേർത്ത് പിടിച്ചു സ്നേഹത്തിൽ കൂടെ. കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവരൊന്നും പുറത്തിറങ്ങി അങ്ങനെ വരാറില്ലായിരുന്നു. അവരെയൊക്കെ ഞങ്ങൾ ചേർത്ത് പിടിച്ചു, സന്തോഷം കൊടുത്തു. ഇവരോട് എപ്പോഴും ഞങ്ങൾ പറയും. അതിനിടയിൽ 2 സ്നാനങ്ങൾ നടക്കുവാനിടയായി തീർന്നു. അച്ഛൻ ചെയ്യാത്ത ശുശ്രൂഷ ചെയ്യുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഞങ്ങൾ കടന്നു പോകുമ്പോഴൊക്കെ ഞങ്ങൾ ഈ ആലയത്തിൻ്റെ കാട് പിടിച്ച അനുഭവം കണ്ട് ഞങ്ങൾ വളരെ നെഹമ്യാവ് കരഞ്ഞതുപോലെ ഞങ്ങൾ ഒരുമനപ്പെട്ട് വേദനപ്പെട്ട് പലപ്പോഴും ഞങ്ങൾ പോയിട്ട് തിരിച്ചു പോകുമ്പോഴെല്ലാം ഞങ്ങളിങ്ങനെ നോക്കും. അത് പണിതെടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളെ 1 വർഷത്തേക്കിനാണ് ഞങ്ങളെ അങ്ങോട്ട് വിട്ടത്. അന്നേരം 1 വർഷം ആകാറായപ്പോൾ ജോൺ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ചെന്നിടം വളരെ വേദനയിലൂടെ കടന്നു പോകുന്ന കുടുംബമാണ്. കുറച്ച് കുടുംബം മാത്രമേ ഉള്ളൂ, 4-5 കുടുംബം മാത്രമേ ഉള്ളൂ. എന്നാൽ അവർക്ക് ഭൗതിക നന്മയില്ലെങ്കിലും ആത്മീയമായിട്ട് അവർ തികവുള്ളവരാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല പ്രത്യാശയുണ്ട്. എന്നാലും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയമാണ്. ഒരു കുടുംബത്തിന് പിന്നെ അവരുടെ വീടിൻ്റെ പണി മുഴുവനും പൂർത്തീകരിച്ചു. അവർ വളരെ ദുഃഖത്തിലാണ്. എന്നാൽ പാസ് ചെന്ന് ഡെഡിക്കേഷൻ നടത്താനും വേണ്ടി അവരിങ്ങനെ കാത്തിരുന്നു. അവർക്കതിന് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായില്ലെന്നുള്ളൊരു വളരെ വേദന അവർക്കുണ്ട്. അതുപോലെ വസ്തുവില്ലാതിരുന്ന കുടുംബമുണ്ട്. അവർക്ക് വീട് പണിയുന്ന കാര്യമായില്ലെങ്കിലും വസ്തു ലഭിക്കാനിടയായിത്തീരുന്നു. ഞങ്ങളുടെ ചെല്ലുമ്പോൾ സഹോദരിമാർക്കൊക്കെ ജോലിയില്ലാത്തവരാണ്. അവർക്ക് വേണ്ടി ഞങ്ങൾ ഇടവിന്ന് പ്രാർത്ഥിക്കും. പാസ്റ്റർക്ക് എവിടെങ്കിലും അവർക്ക് ജോലി തരപ്പെടുത്തി കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ചെയ്യും. ഞങ്ങൾ ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവർ ഞങ്ങളോടൊപ്പം ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നൊരു സ്വഭാവം സഹോദരന്മാർക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും ആ ഒരു അന്തരീക്ഷത്തിലേക്ക് വരുവാൻ തക്കണം ദൈവം ഇടയാക്കി. സഭയുടെ പണി തുടങ്ങി 2.5 മാസം കൊണ്ട് വേഗത്തിൽ സഭ പണിയുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. 2.5 വർഷവും ദൈവദാസന് യാതൊരു വിശ്രമവുമില്ലാതെ അനേക ഗ്രൂപ്പുകളിൽ പ്രാർത്ഥിക്കുവാൻ പാസ്റ്റർ എന്തൊരു ചുമതല ഏൽപ്പിച്ചാലും വളരെ ആ ഉത്തരവാദിത്വ വിശ്വസ്തയോടെ നിൽക്കുന്ന ആ ഒരു അവസ്ഥ എന്നെപ്പോഴും കാണാറുണ്ട്. സഭയുടെ പണി തുടങ്ങിയപ്പോൾ രാത്രി ഉറക്കവുമില്ല.
പകലും ഒന്ന് കിടക്കാൻ പറഞ്ഞാൽ പോലും കേൾക്കത്തില്ല. വിശ്രമമില്ലാതെ ശരീരം നോക്കണമെന്ന് എപ്പോഴും കുഞ്ഞായാലും പറയുന്നാലും അതൊക്കെ പിന്നീടെന്ന് പറഞ്ഞാൽ സഭയുടെ എന്തൊരു കാര്യമുണ്ടെങ്കിലും പൈസ സംബന്ധമായാലും എല്ലാം പ്രത്യേകം എഴുതി മാറ്റി വെക്കും. ആ ഒരു ഡേറ്റിൽ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ പിന്നെ അതിനൊരു കാര്യങ്ങളൊന്നുമില്ലാതിരുന്ന ഒരു സമയത്ത് വളരെ ബുദ്ധിമുട്ടിയും സ്വന്തം ചെലവിൽ തന്നെ നല്ല അവരെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു പാസ്റ്റർക്ക്. അവർക്ക് ചിലപ്പം ഭക്ഷണത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ആണെങ്കിലും ഞങ്ങളെപ്പോഴും വിളിക്കുകയും പറയുകയും ഞങ്ങൾ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. ഞങ്ങൾ അവരെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുമെന്ന്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വളരെ ദുഃഖവും വളരെ വേദനയും നിറഞ്ഞ ദിനങ്ങളായിരുന്നു. അവരറിഞ്ഞത് 2 ദിവസത്തിന് മുമ്പാണ്. അവരെ ദൈവം അവർക്ക് ആ സമയത്തൊരു ദർശനം കൊടുക്കുവാനിടയായി തീർന്നു. ഇതെല്ലാം ഇപ്പം ഇങ്ങനെ പറയാൻ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ തഴക്കരയുടെ ലേബൽ ഇല്ലാതിരുന്ന സ്ഥാനത്ത് തഴക്കരയുടെ ലേബൽ പുറത്ത് വരുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം ഇത്രത്തോളം ഇടയാക്കി. ദേവദാസനും ഈ കൺവെൻഷന് വളരെ കടന്നു പോകാനും ആ കാര്യങ്ങളെല്ലാം വിശ്വസ്തയോട് ചെയ്തെടുപ്പാൻ ഈ ദിവസങ്ങളെല്ലാം വളരെ ശരീരത്തിന് ക്ഷീണമുണ്ടായാലും അതൊന്നും ഒരു വക വെക്കത്തതേയില്ല. എനിക്ക് നല്ല ആരോഗ്യമുണ്ടെന്നുള്ള ആ ഒരു ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഇനി വന്നു കഴിഞ്ഞ ശേഷം സ്പീഡിൽ ആരെങ്കിലും വിളിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമാണ്, ഓടിപ്പോകും. അന്നേരം ഈ സമയം നോക്കത്തില്ല, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകളൊന്നും നോക്കത്തില്ല. ആ ഒരവസ്ഥയിലാണ് ദേവദാസന കർത്താവിൻ്റെ വേല ചെയ്തത്. എന്നാൽ ഞങ്ങൾ ഒരു മനസ്സോടെ ഐക്യതയോടെ ഇനി ഞങ്ങൾക്ക് പല പ്ലാനുകളുണ്ടായിരുന്നു, പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് അത് അത്രത്തോളം വേണ്ടെന്ന് വെച്ചായിരിക്കാം കർത്താവ് വിളിച്ചത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ ആക്സിഡൻറ്റ് നടക്കുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ കല്യാണത്തിന് പോയി. ബുധനാഴ്ച ദിവസം കല്യാണത്തിന് പോയി. പാസ്റ്റർ വീട്ടിൽ കടന്നുപോയി. പാസ്റ്റർ ആത്മീയ ഒരു പിതാവാണ്. ഞങ്ങൾ കടന്നുപോയി. ഞങ്ങൾ കുറേയേറെ സമയം അവിടെ ഇരുന്നു. പാസ്റ്ററുമായിട്ട് സംസാരിച്ചു. പാസ്റ്ററോട് പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം പാസ്റ്ററോട് പറഞ്ഞു എന്നെ പ്രാർത്ഥിച്ചു വിടുവാൻ. അത് കഴിഞ്ഞതിന് ശേഷം പല കാര്യങ്ങൾ ചെയ്തു. ആ സമയത്തൊക്കെ പല അപകടങ്ങൾ ഞങ്ങളുടെ ടിപ്പർ ലോറി നേർക്കൊക്കെ കടന്നു വന്നതാണ്. ദൈവം ആ സമയത്തെല്ലാം അതെല്ലാം തട്ടിമാറ്റി വന്നു. അത് കഴിഞ്ഞ ശേഷം 6:30 ആയ സമയത്ത് ശബലോടിച്ചാൻ്റെ വീട്ടിൽ അമ്മാച്ചൻ്റെ വീട്ടിൽ കടന്നു പോയി ശുശ്രൂഷിപ്പാനൊക്കെ കർത്താവ് ഇടയാക്കി. അപ്പോഴും ശരീരത്തിന് യാതൊരു സുഖവുമില്ല. എങ്കിലും കർത്താവ് ഏൽപ്പിച്ച വേല വിശ്വസ്തയോട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ദേവദാസിൻ്റെ ജീവിതത്തിലെ വലിയൊരു ലക്ഷ്യം. കുഞ്ഞിൻ്റെ മരണം കഴിഞ്ഞതിന് ശേഷം ആഴമായി കർത്താവിനോട് അടുക്കാൻ തക്കണം ദൈവയിടയാക്കി. ഞങ്ങൾ 2 പേരും അതുപോലെ തന്നെ. എന്നാൽ ഞങ്ങളുടെ ദുഃഖം ഒരിക്കലും ഞങ്ങളുടെ വിശ്വാസികളോടോ ഞങ്ങൾ അങ്ങനെ അമ്മച്ചിയുടെ മുമ്പിൽ പോലും ഇരുന്ന് കരയാറില്ല. അമ്മച്ചി കരയുമ്പോഴെല്ലാം ഞങ്ങൾ വഴക്ക് പറയും. അങ്ങനെ പോലും ഞങ്ങളുടെ ദുഃഖം ഞങ്ങൾ ആരുടെ മുമ്പിലും കരഞ്ഞു തീർക്കാറില്ല. ദൈവസന്നിധി കരയുമായിരുന്നു. വളരെ വേദനയും വളരെ ദുഃഖവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കുഞ്ഞിനാണെങ്കിൽ വരേണ്ട സമയമായിരുന്നു. അപ്പോൾ അവളോട് പറഞ്ഞു, നീ ഇപ്പം വരണ്ട, നീ ഈ വർഷം വന്നാൽ മതിയെന്ന്. ആ സമയം പോലും മാറ്റിവെച്ച ചാട് വേഗത്തിൽ സഭമണി വാന്തക്കണം സ്വർഗത്തിലെ ദൈവയിടയാക്കി അതിൻ്റെ പണി പൂർത്തീകരിച്ചുവെങ്കിലും അല്പമൊക്കെ ഉണ്ട്. എങ്കിലും പണിതു. ആ ഞായറാഴ്ച പ്രാർത്ഥന കഴിഞ്ഞു. കണക്കുകളെല്ലാം വായിച്ചു, ചെയ്യേണ്ടതെല്ലാം ചെയ്തു. പിന്നെ ഞങ്ങൾ ഭവനത്തിൽ വന്ന് ഒരു 2-2:30 മണിയായി കാണും. ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ ചർച്ചിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വെറുതെ അങ്ങോട്ട് ചെല്ലുകയല്ല. സൺഡേ സ്കൂളിൽ പഠിക്കാൻ പിള്ളേരെയെല്ലാം ഞങ്ങൾ വിളിച്ചുകൊണ്ട് വന്നു. അതിനും എനിക്ക് ശരീരത്തിന് അത്ര സുഖമില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ പിന്നെ താമസിച്ചാൽ തന്നെ എന്നെ വഴക്ക് പറയും. നമ്മളെ ഏൽപ്പിച്ചത് വിശ്വസ്തയോട് ചെയ്യണം, ആ കറക്റ്റ് ടൈമിന് തന്നെ നമുക്ക് പോകണം. അങ്ങനെ വഴക്ക് പറഞ്ഞായാലും ഞങ്ങൾ 2 പേരും ഒരുപോലെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ അല്പസമയം ഞങ്ങൾക്ക് ഗൾഫിലായിരുന്ന സമയത്തും
ഏത് സമയത്താണെങ്കിലും പ്രാർത്ഥിക്കാൻ വെച്ചാൽ ഗൾഫിൽ തനിച്ചാണെങ്കിലും ഞങ്ങൾ സൂമിലൂടെ കൂട്ടായിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു, ശുശ്രൂഷയായിരുന്നു. ഞങ്ങൾ ദൂരെ അവിടെ ഇവിടെയാണെങ്കിൽ തന്നെയും കർത്താവിൻ്റെ വേല ഒരുപോലെ ചെയ്തെടുത്തെന്നാൽ നാട്ടിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് നിന്ന് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ബുധനാഴ്ച ഈ വ്യാഴാഴ്ച ദിവസം ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ആ സ്പോട്ടിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ആ സ്പോട്ടിൽ തീർന്നായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല. ഞാൻ ദൈവത്തോടും എന്നെ ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അന്നേരം ചെറുതായിട്ടൊരു മുറിവുണ്ടായിരുന്നേ ഉള്ളൂ. പിന്നീട് എന്നെ വിളിക്കാൻ വന്നപ്പോഴാണ് എനിക്ക് അതിൻ്റെ വിഷയത്തിൻ്റെ ആഴം മനസ്സിലായത്. എന്നെ ദൈവം ഉറപ്പിച്ചാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ആ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ആരും പെട്ടെന്ന് താഴെ വീണ് പോകും. ദൈവം എന്നെ ഉറപ്പിച്ചെന്നുള്ളതാണ്. പ്രാർത്ഥിച്ചു ഐസിയുവിനകത്ത് കൊണ്ടുപോയി. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചു, പിന്നെ ഷീജയെ വിളിച്ചു. ഞങ്ങൾ 2-3 പേരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച് ഓപ്പറേഷന് കയറ്റി വിടുവാനിടയായി തീർന്നു. അവരെപ്പോഴും പറഞ്ഞു ഹൃദയാഘാതം ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉള്ളിൽ നല്ല ജീവൻ തുടിക്കാനൊക്കെ ഇടയായി തീർന്നു. ആ സമയം അത് കഴിഞ്ഞതിന് ശേഷം രാവിലെയും വൈകിട്ടും എല്ലാം കയറി പ്രാർത്ഥിക്കാൻ സ്വർഗത്തിനെ ദൈവം ഇടയാക്കി വചനം ചൊല്ലിയും ഒക്കെ പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ടവർ ഒന്നുകൂടെ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ നിൽക്കുന്ന ദൈവം ഇടയായത്. എനിക്ക് നല്ല ഉള്ളി ബോധമുണ്ടായിരുന്നു. ഞങ്ങളുടെ സൗണ്ട് നന്നായിട്ട് കേൾക്കാമായിരുന്നു. ഒടുവിലത്തെ 2-3 ദിവസം റൂമിൽ കൊണ്ടുവന്നു. ഞങ്ങൾക്ക് ദേവദാസനെ ഫിസിയോ ചെയ്യാൻ വരുമായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ പറയും, ഇടയ്ക്കിടയ്ക്ക് നമ്മളും കൈയൊക്കെ ഇങ്ങനെ അനക്കി ഫിസിയോ ഇങ്ങനെ ചെയ്യണമെന്ന് പറയും. അങ്ങനെയൊക്കെ ചെയ്യും. ഒരു ദിവസമാണെങ്കിൽ കൈ ഇങ്ങനെ പിടിച്ചപ്പോൾ തന്നെ കൈ ഇങ്ങനെ എന്നെ പുറകോട്ട് എത്തിയപ്പം ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞു, ഓക്കെ ആയി, ആൾ കണ്ണു തുറന്നില്ല, പിന്നെ സംസാരിക്കുന്നില്ല എന്നുള്ളത്, നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരും. ആ ഒരാഴ്ച കഴിയുമ്പം വീട്ടിൽ കൊണ്ടുവരാനും വേണ്ടി ഇരുന്നത്. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഈ ട്യൂബ് ഇട്ടുകൊണ്ടാണോ വീട്ടിലോട്ട് പോകുന്നത്? ഒരു വിടുതലോട് നീ അയക്കണേ. എങ്ങനെയാണോ വിടുതലെന്ന് എനിക്കറിയില്ല. അന്ന് ഈ മരിക്കുന്നുണ്ട്. അന്ന് വെളുപ്പിനെ ദൈവാത്മാവിനോട് ദൈവം എന്നെ കാണിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവർ ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് വളരെ പ്രത്യാശയോടെ എൻ്റെ അടുക്കൽ വന്നു. റീനിയിൽ എന്നെ വിളിച്ചു. ആ നിമിഷത്തിലായിരുന്നു ജീവൻ പോയത്. ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അപ്പോഴേ അവർ അയച്ചിരുന്നു. അതിന് മുമ്പേ ഞങ്ങളോട് പറഞ്ഞ് ഇച്ചിരി ക്രിട്ടിക്കലായെങ്കിലും പ്രത്യാശയോട് പ്രാർത്ഥിച്ചു, കർത്താവേ നിൻ്റെ ഗതപ്പെട്ടാണ് നിനക്ക് ജീവനോട് എനിക്ക് തരുന്നെങ്കിൽ കർത്താവേ ആയുസ്സോടും ആരോഗ്യത്തോട് തരണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പം കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവരാണെങ്കിൽ ഞങ്ങളോട് ഇതുപോലെ പറഞ്ഞത് ഇച്ചിരി സീരിയസ് ആയിട്ട് വരുവാണെന്ന്. ചെന്ന് കഴിഞ്ഞപ്പം അവർ CPR കൊടുത്തിട്ടും യാതൊരു അനക്കവും ഇല്ല. ഒരു ചുമ്മനം കൊടുത്തിട്ട് ഞാൻ റൂമിലോട്ട് വന്നിട്ട് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്കൊന്നിനും കഴിയില്ല, നീ എന്നോട് സംസാരിക്കണമെന്ന്. ഒരു വാക്യം എന്നോട് സംസാരിക്കാൻ എന്തൊക്കെയാണ് ദൈവം ഇടയാക്കി. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഒറ്റ വാക്കിന് മുമ്പിൽ കർത്താവിൻ്റെ ബലത്തോട് ഇത്രത്തോളം നിർത്തി. കുഞ്ഞിനോട് പറഞ്ഞു, ഇത് പപ്പായ്ക്ക് ചെറിയ സീരിയസ് ആണേ പറഞ്ഞോളൂ, എങ്കിലും അവൾക്കത് മനസ്സിലാക്കും ഇതൊക്കെ ഇടയാക്കി. ദൈവത്തിനോളം കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി. അതിനു മുമ്പ് ഒരു ഞായറാഴ്ച ദിവസം ഇതുപോലെ ഞങ്ങൾ TV ഇങ്ങനെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. വളരെ ആ ഒരാഴ്ച മുഴുവൻ ഞാൻ ഉപവസിക്കുമായിരുന്നു. വൈകുന്നേരം ഒരു നേരം മാത്രമേ കഴിക്കത്തുള്ളൂ. കർത്താവേ നീ മടക്കി തരണമേ കർത്താവേ ആരോഗ്യത്തോട്. ഞാനൊരു കറുത്ത ഷോള് തന്നെ അത് ഞാൻ എൻ്റെ സാക്ഷി കേട്ടു തലയിലിട്ടോണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ ദൈവാത്മാ എന്നോട് പറയുക, ഈ ഷോള് മാറ്റ്. ഞാൻ ഷോള് മാറ്റിയതിന് ശേഷം പിന്നെ പ്രാർത്ഥിച്ചു. കുറേ നേരം ഞാനും എൻ്റെ നാത്തൂനും കൂടെ ഞങ്ങൾ ഒന്നിച്ച് നോക്കാൻ ദൈവടിയാക്കി. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കണ്ണുനീരോടെ ആത്മാവിനെ ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ ദൈവം കാണിച്ചൊരു കാഴ്ചയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ രണ്ടുപേരും ഒരു വേദിയെ ശുശ്രൂഷിക്കുന്നു.
ഞങ്ങൾ ചെയ്തിട്ടില്ലാത്ത പലതുമാണെങ്കിൽ പിന്നെ മൂടി വെച്ചേക്കുന്ന 2-3 പാത്രത്തിനകത്ത് അത് പകർന്ന് എനിക്ക് തരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് ശുശ്രൂഷയുടെ ലെവലും മാറിയോ. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ 2 പേരും കൂടെ ഒന്നിച്ച് ശുശ്രൂഷിക്കുന്നത് അല്ല. കർത്താവ് ഇനി ആ ദേശത്ത് തന്നെ ഇനി വേലയുണ്ട്. ഒറ്റയ്ക്ക് ശുശ്രൂഷിക്കുന്ന ഞാൻ ദൈവത്തോട് തീരുമാനം എടുക്കാനിടയായി തന്നു. അവിടെ ഏറെ പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. ഞങ്ങളുടെ താഴെക്കര സഭയ്ക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അവരെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞ നാളത്തേക്കാൾ ഉപരിയായിട്ട് അവരെ കർത്താവ് ബലത്തോട് നിർത്തണമായി നമുക്കിടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ ബലപ്പെടുത്തിയാണ് എന്ന് ഞാൻ അമ്മച്ചിയോടും എല്ലാവരോടും ഞാൻ പറഞ്ഞു. നമ്മൾ സമാധാനത്തോട് വേണം. അമ്മച്ചിയുടെ മോന്, എൻ്റെ ഭർത്താവ്, കെസിയമോള്, നമുക്കെല്ലാവർക്കും മറ്റുള്ളവരെ പോലും ദുഃഖിക്കരുത്. നമ്മൾ സന്തോഷത്തോടെ വേണം യാത്ര അയക്കുവാൻ. വളരെ ഇത് കഴിഞ്ഞതിന് ശേഷം വളരെ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതിനെയൊക്കെ തരണം ചെയ്യുവാനുള്ള ദൈവകൃപ തരണമായി എല്ലാവരെയും പ്രാർത്ഥന ചോദിച്ചത്.